ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വല്ല ജോലിയും കിട്ടുമോ? ഞാനിതിപ്പോ പഠിച്ചിട്ട് വെറുതെ ആവൂലേ? നിങ്ങളിൽ പലരും ഇത് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാവും, എടാ നീ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ പോവാണോ, സയൻസോ കൊമേഴ്സോ എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ നിനക്ക് ജോലി കിട്ടില്ല. ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും പലരും അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റായ ധാരണ നിങ്ങളിൽ എത്തിയിട്ടുണ്ടാവും. പൊതുവേ നമ്മുടെ സമൂഹത്തിന്റെ ഒരു തെറ്റായ ധാരണയാണിത്. ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ജോലിയേ ഇല്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ? അല്ല, അത് തെറ്റാണ്. നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് സയൻസ് ആയിരിക്കോട്ടെ, കൊമേഴ്സ് ആയിരിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയിരിക്കോട്ടെ, നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഏത് കരിയർ ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു എയിം ഇല്ലാതെ എൻ്റെ മക്കൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. സോ ആദ്യം എൻ്റെ മക്കൾ ഒരു എയിം സെറ്റ് ചെയ്യുക. നിങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൽ എന്താ നിങ്ങൾ തന്നെ തിരിച്ചറിയാം. നിങ്ങൾക്കല്ലാണ്ട് അതിൽ കൂടുതൽ വേറെ ആർക്കെങ്കിലും മനസ്സിലാവോ? ഇല്ല, നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലാവുക. സോ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് എന്താണ് ഇൻട്രസ്റ്റ്, ഞാൻ അതെടുത്ത് പഠിക്കാം, അപ്പൊ അതിന് ഏത് കോഴ്സിലേക്കാണ് ഞാൻ പോവേണ്ടത് എന്ന് എൻ്റെ മക്കൾക്ക് തീരുമാനിക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുക. എന്ത് കരിയർ ആണ് എൻ്റെ മക്കൾ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതനുസരിച്ച് വേണം ഒരു +1 +2 നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. സോ നോക്കുക, ഈ ഒരു ഹ്യൂമാനിറ്റീസിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഹ്യൂമാനിറ്റീസിൽ നിരവധി കോഴ്സുകളുണ്ട്, നിരവധി ജോലികളുണ്ട്. നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം. നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടാവും, ഹ്യൂമാനിറ്റീസ് എടുത്തോ, ഹ്യൂമാനിറ്റീസ് വളരെ ഈസിയാണ് പഠിക്കാൻ, കുറച്ച് കണ്ടന്റേ ഉള്ളൂ. അല്ല, ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ട്. ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ എക്കണോമിക്സ്, അങ്ങനെ ഒരുപാട് കിടക്കുന്നുണ്ട്. സോ എൻ്റെ മക്കൾക്ക് ഇതിലൊക്കെ കുറേ ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പം എല്ലാ ജോലികളെ കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോ പറയാൻ പറ്റുമോ? ഇല്ല, കുറച്ചൊക്കെ മിസ് പറഞ്ഞു തരാം. അപ്പൊ നോക്കിക്കോ, ഒരുപാട് സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് പൊതുവെ ഒരു ഡിഗ്രി എടുക്കില്ലേ? ഡിഗ്രി നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കാം. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഡിഗ്രി ചൂസ് ചെയ്യാം. BA ഹിസ്റ്ററി ആയിരിക്കോട്ടെ, അല്ലെങ്കിൽ BA പൊളിറ്റിക്കൽ സയൻസ്, അല്ലെങ്കിൽ ജോഗ്രഫി. അതുപോലെ ഒരുപാട് സാധ്യതകളുണ്ട്. BA എക്കണോമിക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ ലാംഗ്വേജ് ആണ് നിങ്ങൾ നോക്കുന്നത് വെച്ചാൽ BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഉറുദു, അല്ലെങ്കിൽ അറബി, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുക, അയ്യോ ഇത്രയും ഡിഗ്രി ഒക്കെ എനിക്ക് പഠിക്കാൻ പറ്റുമായിരുന്നോ? പറ്റും. ഹ്യൂമാനിറ്റീസ് എടുത്തൊരു കുട്ടിക്ക് സാധിക്കും. ഓക്കെ, അപ്പം അത് പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടീച്ചിങ് ഫീൽഡിലേക്ക് പോവാം. B.Ed എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാം, അല്ലെങ്കിൽ DLED എടുത്താൽ മതി. ഇനി അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകൾ കിടക്കുകയാണ്. നിങ്ങളിപ്പം കൊമേഴ്സ് ഫീൽഡാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് BBA എടുക്കാം, അല്ലെങ്കിൽ BCA എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് BComന് പോകാം. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ അറിയുന്നില്ല. ഇനി നിങ്ങൾക്ക് മാനേജ്മെന്റ് ഫീൽഡിലേക്കാണ് നോക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ്, ഇതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ നോക്കുന്ന ഡിസൈനർ ഫീൽഡ് ആണെങ്കിൽ ഇപ്പൊ ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ്, ഇതൊക്കെ സാധ്യതയുള്ള ഫീൽഡ് തന്നെയാണ്. കൂടാതെ നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും IAS. ഈ ഒരു നമ്മുടെ ഇന്ത്യയിൽ IAS ക്രാക്ക് ചെയ്തിട്ട് പലരും +1 +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിന് എടുത്തിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് തന്നെയായിരിക്കും. ഇപ്പം നിങ്ങൾക്കൊരു ചോദ്യമുള്ളൂ, ഈ സയൻസ് എടുത്തതൊന്നും സാധിക്കില്ലേ? സയൻസ് എടുത്താൽ സാധിക്കും. എങ്കിൽ പോലും നമ്മളിപ്പം നിങ്ങൾക്കറിയാം IAS പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് അല്ലെ? അപ്പൊ ഈ ഒരു ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, ഇതൊക്കെ ഈ ഒരു IAS പഠിക്കുന്ന ആൾക്ക് വേണ്ടതാണ്. അപ്പം മെയിൻലി ജോഗ്രഫി, ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് +2ന് ശേഷം ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ എന്ത് ചെയ്യാം? IAS കോച്ചിങ്ങിന് അല്ലെങ്കിൽ IAS പഠിക്കാൻ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് മാത്രമേ ഉള്ളൂ? അല്ല, ലോയിലേക്ക് പോവാം. നിങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോയിലേക്ക്, അല്ലെങ്കിൽ ലോയർ ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാസ് ആൻഡ് മീഡിയ കമ്മ്യൂണിക്കേഷനിലേക്ക് പോകാൻ പറ്റും. അതുപോലെ ഒട്ടനവധി സാധ്യതകളുണ്ട്. ലീഗൽ അഡ്വൈസർ, അല്ലെങ്കിൽ ജഡ്ജ്, ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. കൂടാതെ ഇനിയിപ്പോ നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡ് ഇഷ്ടം, ടീച്ചിങ് ഫീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ടീച്ചിങ് ഫീൽഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ആർക്കിയോളജിസ്റ്റ് ഉണ്ട്, ജിയോളജിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ HR-ലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇനി അത് കൂടാണ്ട് നിങ്ങൾക്ക് സൈക്കോളജിയിലേക്ക് പോകാൻ പറ്റും. സൈക്കോളജിസ്റ്റ്, നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഒരു മെന്റൽ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ്. നിങ്ങൾക്ക് BA സൈക്കോളജി പഠിക്കാം. BA സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ MA സൈക്കോളജിക്ക് പോവാം. അങ്ങനെ നിങ്ങൾക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടും ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ
കൗൺസിലറായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സാധ്യതകളാണ്. ഇതൊന്നും എൻ്റെ മക്കൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി ആർക്കിയോളജിസ്റ്റ് ആവാം, ഒരുപാട് ഓപ്ഷൻസ് കിടക്കാണ്, ജിയോളജിസ്റ്റ്, ഇതൊക്കെ ഫീൽഡുകളാണ്. ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ ഒട്ടനവധി സാധ്യതകളുണ്ട്. മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഈ ഒരു ഹ്യൂമാനിറ്റീസ് തെറ്റാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല എന്നോ എന്നൊന്നുമില്ല. സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും എല്ലാം പഠിക്കാനുണ്ട്. നന്നായിട്ട് പഠിക്കാനുണ്ട്, കുറച്ചൊന്നല്ല, ഒരുപാട് പഠിക്കാനുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ മക്കള് എഫേർട്ട് ഇടുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നമുക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു എയിം വേണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു എയിം നിങ്ങൾ സെറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കാം, ഞാൻ ഈ കോഴ്സ് എടുത്താലേ ശരിയാവുള്ളൂ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇനിയും ഒരുപാട് കോഴ്സുകൾ കിടക്കുന്നുണ്ട്. എല്ലാം ഒക്കെ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരുവിധം എല്ലാ മക്കളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇപ്പൊ ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ജോലിയില്ല എന്ന് എൻ്റെ മക്കള് വിചാരിക്കരുത്. ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇനി നഴ്സിംഗ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, നഴ്സിംഗിനും സാധ്യതയുണ്ട്. ജനറൽ നഴ്സിംഗ് എടുത്ത് പഠിക്കാം. BSc നഴ്സിംഗ് ആണ് പൊതുവെ എടുത്ത് പഠിക്കാറ്. പക്ഷെ ജനറൽ നഴ്സിംഗ് എടുത്ത് പഠിക്കാം. കുറച്ച് റിസ്കി ആണെങ്കിലും ജനറൽ നഴ്സിംഗിന് പുറത്തൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. സോ എൻ്റെ മക്കൾക്ക് ആ ഒരു കോഴ്സും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എഫേർട്ട് ഇടുക. നമ്മൾ എഫേർട്ട് ഇടാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. സോ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.